ഹലോ ഹായ് എസ് ബി ടി ടോക്സിലേക്ക് സ്വാഗതം. നായകളുടെ ശല്യം സംസ്ഥാനത്ത് അധികരിച്ചു വരുന്നു. നായകൾ എന്ന് പറയുമ്പോൾ സംശയം വേണ്ട, തെരുവ് നായകൾ തന്നെയാണ്. അല്ലാതെ സ്വന്തം അമ്മയും ഉമ്മയും മനസ്സിലാവാതെ വെട്ടിയും തലക്കടിച്ചും കൊല്ലുന്ന അല്ലെങ്കിൽ കൊല്ലാൻ ശ്രമിക്കുന്ന, കുട്ടികൾക്ക് ലഹരി പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന, ഭാര്യയെ കൊല്ലുന്ന, ഭർത്താവിനെ കൊല്ലുന്ന, കാമുകനെ കൊല്ലുന്ന, കാമുകിയെ കൊല്ലുന്ന അതുപോലത്തെ നായകളല്ല. അവരെ നായകളായിട്ട് ഉപമിക്കാൻ പോലും പറ്റില്ല. കാരണം അത് കേട്ടാൽ നായകൾക്ക് തന്നെ അറപ്പ് തോന്നും. ഇത് യഥാർത്ഥ തെരുവ് നായകളാണ്. ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ടുള്ള ആക്രമണം നടന്നിട്ടുള്ളതെന്ന് പറയുന്നത് കണ്ണൂരിലെ ചക്കരക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഏകദേശം 40ഓളം പേരെയാണ് തെരുവ് നായ ഇന്ന് ആക്രമിച്ചിട്ടുള്ളത്. ഒരാളുടെ നില ഗുരുതരവുമാണ്. നമുക്കറിയാം, തെരുവ് നായകളെ കൊല്ലാൻ പറ്റില്ല. കൊല്ലുന്നത് ഇല്ലീഗലാണ്. പ്രിവെൻഷൻ ഓഫ് ക്രൂവാലിറ്റി അഗൈൻസ്റ്റ് അനിമൽസ്, ആ ആക്ട് പ്രകാരം ശിക്ഷാർഹമാണ് ഈ നായകളെയൊക്കെ കൊല്ലുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ബാൻ ചെയ്തിട്ടുള്ള അതേ സർക്കാർ എന്ത് ചെയ്യണം? ഇതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളും ചെയ്യണം. കാരണം ഇത് കണ്ണൂർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ മാത്രമല്ല, നമുക്കറിയാം എല്ലാ സംസ്ഥാനങ്ങളിലും അധികവും കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് തെരുവ് നായയുടെ ആക്രമണങ്ങൾ. കുട്ടികൾക്ക് ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയമാണ്. കാരണം സ്കൂളുകളിലേക്ക് പോലും രാവിലെ പോകാൻ വേണ്ടിയിട്ട് ഭയമാണ്. കാരണം ഇത് എപ്പോഴാണ് വന്നിട്ട് ആക്രമിക്കുക എന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ തെരുവിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ട്രീറ്റിലൊക്കെ ഒരുപാട് തെരുവ് നായകളുണ്ട്. പക്ഷേ എല്ലാം ആക്രമണകാരികളല്ല. പക്ഷേ ഏതാനും ചിലർ ആക്രമണകാരികളാണ്. അതായത് നമ്മളെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവരെ പോലത്തെ കുറച്ച് നായകൾ ഉണ്ട്, തെരുവ് നായകൾ. അവരാണ് ഈ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യം പറഞ്ഞ അവരെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസിന് കൊണ്ടുപോവുകയും ചെയ്യാം. ഇത് അതിനു വരെ സാധിക്കില്ല. ഈ തെരുവ് നായകളെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ ഇത് ബാൻ ചെയ്തിട്ടുള്ള, ഇതിനെ കൊല്ലരുത് എന്ന് ബാൻ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് എന്ത് ചെയ്യണം? ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നൊരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ട്രെൻഡാണ്, എന്തൊരു ന്യൂസ് വന്നാലും എന്തൊരു പ്രശ്നം വന്നാലും അത് മതങ്ങളുമായിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കുന്ന ഒരു കാര്യം. ഈ ഒരു കാര്യം ഒരിക്കലും മതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് അറിയാം, മുസ്ലിങ്ങൾക്ക് ഈ ഒരു നായ എന്ന് പറയുന്നത് തൊടാൻ പാടില്ലാത്ത ഒരു കാര്യമാണെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ ഇത് മതവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പാടില്ല. കാരണം മതം നോക്കിയിട്ടല്ല നായ ആക്രമിക്കുക. ഇപ്പോൾ ഈ കണ്ണൂരിലെ 40 പേരെ ആക്രമിച്ചു എന്ന് പറയുന്നത് അതിൽ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്, മുസ്ലിം ഉണ്ട്, എല്ലാ കൂട്ടരുമുണ്ട്. അത് മാത്രമല്ല പിഞ്ചു കുട്ടികൾ വരെ ഉണ്ട് ആ ഒരു ലിസ്റ്റിൽ. ഈ 40 പേര് എന്ന് പറയുന്നതിൽ കുട്ടികളടക്കം എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് തന്നെ നായകൾ ആക്രമിക്കുമ്പോൾ മതം ചോദിച്ചൊന്നല്ല ആക്രമിക്കുക. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരുടെയും ഒരു പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് തന്നെ സർക്കാരിനോട് ചോദിക്കണം ഇതിനു വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ പഞ്ചായത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചായത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ് എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. അങ്ങനെയല്ല ഒരു പഞ്ചായത്ത് പറയേണ്ടത്. പഞ്ചായത്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി പഞ്ചായത്ത് തരേണ്ടതാണ്. കാരണം ഇത് ബാൻ ചെയ്തിട്ടുള്ള സർക്കാരാണ്. അപ്പോൾ അവർ സർക്കാരിനോട് ചോദിക്കണം, അതിന് ഉള്ള ഉത്തരവ് നമുക്ക് തരികയും ചെയ്യണം. അതാണ് പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഒക്കെ ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ പലയിടത്തും ചോദിച്ചു കഴിഞ്ഞാൽ റിപ്ലൈ അവർക്കും അറിയില്ല. അപ്പോൾ ഇത് ബാൻ ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള മെഷർമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഗവൺമെന്റ് തന്നെയാണ് എടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കോമെന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. And thanks for watching me and stay tuned for another video. Okay, thank you.